ശിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സതീഷ് കൃഷ്ണസേൽ കാർവാർ MLA സംസാരിക്കുകയാണ്. ഈ ഒരു ദൗത്യത്തിൽ അതിന്റെ മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു തന്ന വ്യക്തിയാണ് സതീഷ് കൃഷ്ണസേൽ. നമുക്കറിയാം 72-ാം ദിവസമാണ് നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത്. അർജുനെ കണ്ടെത്തിയത് ഇന്നലെയാണ് 72-ാം ദിവസം. ഇന്ന് 73-ാം പക്കം അർജുന്റെ ലോറിയും നമ്മൾ പുഴയിൽ നിന്ന് ഗംഗാവല്ലിയുടെ ആഴങ്ങളിൽ നിന്ന് അത് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥി കഷ്ണം ലഭിച്ചിരുന്നു. അതും കാർവാറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അല്പസമയം മുൻപ് അതിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിൻ വൃത്തിയാക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. KB ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ കിട്ടിയല്ലേ? അർജുന്റെ 2 മൊബൈൽ ഫോണുകൾ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാച്ചും കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാബിനകം മുകൾ ഭാഗം പൊളിച്ച് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ അർജുന്റെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും ബന്ധുക്കൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുമുണ്ട്. നിലവിൽ ഏതായാലും ബന്ധുക്കൾ ഈ അർജുന്റേതാണ് എന്ന് ഫോൺ തിരിച്ചറിഞ്ഞു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളും, അതായത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അതെല്ലാം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലേതായാലും ഇപ്പോൾ ഓരോ കാര്യങ്ങളായി എടുത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനാഫിന്റെ ബന്ധു മുബീൻ ഈ വണ്ടിക്ക് അകത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അർജുന്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്. ജിതിനുണ്ട്, അഭിജിത്തുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. നേരത്തെ ഇതിനകത്ത് നിന്ന് ഒരു അസ്ഥിയുടെ ഭാഗം ഇതിനകത്ത് നിന്ന് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ക്യാബിനകം വെട്ടിപ്പൊളിച്ചുകൊണ്ട് അതിനുള്ളിലുള്ള ചേറും ചെളിയുമെല്ലാം വെള്ളമടിച്ച് മാറ്റിക്കൊണ്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ പോയത്. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പുരോഗതി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കൂടുതൽ സാധനങ്ങൾ, അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ലോറിക്കുള്ളിലുള്ള സാധനങ്ങൾ കൂടുതൽ ഇതിന് അകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇതിനകത്ത് നിന്ന് ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ ഈ ക്യാബിൻ ലോറി മുകളിലേക്ക് കയറ്റിയപ്പോൾ തന്നെ ഒരു അസ്ഥി കഷ്ണം അസ്ഥിയുടെ ഭാഗം കിട്ടുകയും കൈയിന്റെ ഭാഗം കിട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് കൂടുതൽ വസ്തുക്കൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മൊബൈൽ ഫോണുകൾ കിട്ടി, വാച്ച് കിട്ടി, ബാഗ് കിട്ടി. അങ്ങനെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഓരോന്നായി ഇപ്പോൾ ലഭിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ക്യാബിനുള്ളിൽ വളരെ അധികം ചേറ് നിറഞ്ഞിരുന്നു. ആ ചേറെല്ലാം അടിച്ച് കളഞ്ഞാണ്, വെള്ളം ഉപയോഗിച്ച് അടിച്ചു കളഞ്ഞാണ് ഇപ്പോൾ 73-ാം ദിവസം അർജുന്റെ ലോറി നമ്മൾ ഗംഗാവല്ലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയധികം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ആ ലോറി ഉള്ളത്. അതിന്റെ ക്യാബിന്റെ മുകൾ ഭാഗമൊക്കെ പൂർണ്ണമായും ചളുങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ വടം ഉപയോഗിച്ച് നേരെയാക്കി അതിനുള്ളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുന് 2 മൊബൈൽ ഫോണുകൾ, അർജുന്റെ വാച്ച്, വസ്ത്ര കഷ്ണങ്ങൾ, അതോടൊപ്പം തന്നെ കുഞ്ഞിനായി വാങ്ങിയ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീധരൻ, ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ നേരത്തെ കിട്ടിയിരുന്നു. അത് കാർവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? അല്ല, ഇന്നിപ്പോഴത്തെ പരിശോധനയിൽ, ഇന്ന് രാവിലത്തെ പരിശോധനയിൽ ഒരു അസ്ഥി കഷ്ണം മാത്രമാണ് ലഭിച്ചത്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇനി കൂടുതൽ ഇപ്പോൾ ഈ സീറ്റിന്റെ ഭാഗം, ക്യാബിന്റെ ഉള്ളിൽ ഭാഗം കൂടുതൽ മാറ്റി വരുമ്പോൾ കൂടുതൽ ഇതിനകത്തുണ്ടോ എന്നൊക്കെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് മാറ്റുന്ന നടപടികളിലേക്കൊക്കെ പോകാൻ ഇടയുള്ളൂ. നിലവിലേതായാലും ഇപ്പോൾ അർജുൻ ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങളായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ ഏതായാലും ജിതിന്റെ പ്രതികരണം നമുക്ക് തേടാം എന്ന് കരുതുന്നു. ജിതിൻ വശത്ത് ഉണ്ട്. ജിതിന്റെ പ്രതികരണം തേടാം എന്ന് ശ്രീധരൻ, അവിടേക്ക് ജിതിന്റെ അടുത്തേക്ക് പോയിക്കോളൂ. ഒരുപക്ഷെ പോകാനുള്ള ഒരു പ്രയാസമുണ്ടായിരിക്കും. ജിതിനും മനാഫിന്റെ സഹോദരൻ മുബീനും ഒക്കെ അവിടെയുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടി, അർജുന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇങ്ങനെ തകർന്ന ചെളിയിൽ പൂണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DNA പരിശോധന നടപടികൾ ഒരു ഭാഗത്ത് കാർവാർ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുകയുള്ളൂ.